പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് നൽകുന്ന ദൈവിക സന്ദേശം എന്ന് പറയുന്നത് ക്ഷമയുടെ ശക്തി, ദ പവർ ഓഫ് ഫോർഗിവ്നെസ്. പരസ്പരം ക്ഷമിക്കുവീൻ എന്നാണ് വിശുദ്ധ ബൈബിളിൽ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4:12 പറയുന്നത്. ഫോർഗീവ് വൺ അനദർ. ക്ഷമിക്കാതെ ജീവിക്കുന്നത് വിഷം കുടിച്ച് മറ്റൊരാൾ മരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് പോലെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അൺഫോർഗീവ്നെസ് ഇംപ്രഷൻ ദ ഹാർട്ട്സ് ദാറ്റ് ക്യാരീസ് ഇറ്റ്. ക്രൂശിൽ യേശു പറഞ്ഞു, പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ. അതാണ് നാം മനസ്സിലാക്കേണ്ടത് ക്രിസ്തീയ സ്നേഹത്തിൻ്റെ ഉന്നതമായ ഉദാഹരണം. ക്ഷമ എന്നത് തെറ്റിനെ ശരിവയ്ക്കൽ അല്ല, പ്രതികാരാവകാശം ദൈവത്തിന് വിടുന്നതാണ് ബുദ്ധി എന്ന് നമ്മൾ മനസ്സിലാക്കുക. Forgiveness is not saying the wound did not happen. It is giving the wound to God. നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, ക്ഷമ ഹൃദയത്തെ ഭാരത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു എന്നുള്ളതാണ്. ക്ഷമിക്കാൻ കഴിയാത്തത് ദൈവസന്നിധിയിൽ തുറന്നു പറയൂ എന്നുള്ളതാണ്. ദൈവം നമ്മളോട് ക്ഷമിച്ചതിൻ്റെ ഓർമ്മ മറ്റുള്ളവരെ ക്ഷമിക്കാൻ നമുക്ക് ശക്തി നൽകും എന്ന് നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ കഴിയട്ടെ, കർത്താവേ, എന്നെ വേദനിപ്പിച്ചവരെ ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിടുന്നു. ലോർഡ്, ഐ റിലീസ് ദോസ് ഹൂ ഹാറ്റ് മീ ഇൻ ടു യുവർ ഹാൻഡ്സ്. അങ്ങനെ ഒരു മനോഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം സന്തോഷത്താൽ നിറയും. സമാധാനത്തോടെ ജീവിക്കൂ. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.